ജംഷഡ്പൂരിനെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന്റെ ഫുൾ അനാലിസിസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഒന്നാം പകുതി മുഴുവൻ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിന്റെ കഥയായിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്ത അറ്റാക്കിംഗ് ഇവന്റുകൾ ഓരോന്നായി എടുത്ത് നമുക്ക് പരിശോധിക്കാം. അതെങ്ങനെയാണ് ഉത്ഭവിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നതിലൂടെ ബ്ലാസ്റ്റേഴ്സ് കളിക്കാരുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാം. രണ്ടാം മിനിറ്റിലെ ഈ ഒരു ഇവന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. മിഡിൽ ജംഷഡ്പൂർ വിദേശ താരവുമായി അജ്സലിന്റെ ഒരു ഏരിയൽ ഡ്യൂർ. പന്ത് നേരെ മറ്റൊരു ജംഷഡ്പൂർ താരത്തിലേക്ക് പോകുന്നു. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് താരം ഫ്രാഞ്ചു അദ്ദേഹത്തെ പ്രസ് ചെയ്യാൻ പോകുന്നതായി കാണാം. ഒരു നിമിഷം വരെ അത് ജംഷഡ്പൂർ കളിക്കാരന് അനുകൂലമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കും. ഇവിടെയാണ് ഫ്രാഞ്ചുവിന്റെ ബ്രേവറി നമ്മൾ കാണുന്നത്. ആ പന്ത് ജംഷഡ്പൂർ FC കളിക്കാരൻ കൈക്കലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ചാടിച്ചെന്നത് ഹെഡ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് ചവിട്ട് കൊള്ളുന്ന പോസ്റ്ററിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല വളരെ ക്വിക്കായി ആക്സിലേറ്റ് ചെയ്യാനുള്ള ഫ്രാഞ്ചുവിന്റെ കഴിവും നമുക്കിവിടെ മനസ്സിലാക്കാം. പന്ത് ജംഷഡ്പൂർ താരത്തിന്റെ കാലുകളിലും ഫ്രാഞ്ചുവിന്റെ തലയിലും തട്ടി നേരെ അജ്സലിലേക്ക് തെറിച്ചു പോകുന്നു. അവിടെ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. പന്തുമായി അജ്സൽ മുമ്പോട്ടേക്ക് പോകുന്നു. അവിടുന്ന് ഡിഫെൻഡ് ചെയ്യാനെത്തിയ സ്റ്റീഫൻ എസെ അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് കിടക്കുന്നു. എവറിത്തിങ് വാസ് ഗുഡ് ആൻഡ് ഫൈൻ. പക്ഷേ നിഹാലിലേക്കുള്ള ഒരു ഫൈനൽ ഡെലിവറിയാണ് അദ്ദേഹം മിസ് ചെയ്തത്. ഇതാണ് ഇന്ത്യൻ താരങ്ങളുടെ പ്രധാന പ്രശ്നം. ബോക്സിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സിന് പന്ത് നഷ്ടമാവുന്നു. 13 ഇവന്റുകളാണ് നമ്മൾ ടോട്ടലി ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇവന്റിലേക്ക് കടക്കാം. മൂന്നാമത്തെ മിനിറ്റ് ഡാനിഷ് ഫറൂഖിന്റെ കാലുകളിലാണ് പന്തുള്ളത്. ഡാനിഷ് സഹീഫിലേക്ക് കൈമാറുന്നു, മുൻപിലേക്ക് കയറിയിരുന്നു, ഗ്യാപ്പിലൂടെ പന്ത് റിസീവ് ചെയ്യുന്നു. മിഡിൽ 2 vs 1 ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. JFC മിഡ്ഫീൽഡർ ഡാനിഷിനെ പ്രസ് ചെയ്യുന്നു. വളരെ അത്യപൂർവമായിട്ട് പക്ഷെ ബ്രില്യൻ്റ് ആയിട്ട് ഡാനിഷ് എക്സിക്യൂട്ട് ചെയ്തൊരു ലൈൻ ബ്രേക്കിംഗ് പാസ്. അത് ജംഷഡ്പൂർ മധ്യനിരയെ കീറി മുറിച്ച് നേരെ കരീം ബെനാരിഫിലേക്ക്. മിഡിൽ ഫ്രീ ആയി നിൽക്കുന്ന ഫ്രാഞ്ചുവിലേക്ക് കരീം ബെനാരിഫിന്റെ ഒരു ഫസ്റ്റ് ടൈം പാസ്. ഐഎസ്എല്ലിൽ കൂളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. ഫ്രാഞ്ചുവിൽ നിന്ന് നേരെ റൈറ്റ് വിങ്ങിൽ നിഹാലിലേക്ക്. പലപ്പോഴും ഈ പാറ്റേൺ നമ്മൾ എടുത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നിഹാൽ അത് വളരെ നന്നായി ക്യാരി ചെയ്ത് മുമ്പിലേക്ക് പോകുന്നു. അവിടെ നിന്നൊരു ക്രോസ് ചെയ്യുന്നു, എന്നാൽ അത് ക്ലിയർ ചെയ്യപ്പെടുന്നു. റൈറ്റ് വിംഗേഴ്സിനോടാണ് പറയാനുള്ളത്, ഈ ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ചിപ്പ് ചെയ്തിട്ട് ഈ ഒരു സോണിലേക്ക് പന്തെത്തിക്കുക എന്നതാണ്. നിഹാൽ ചൂസ് ചെയ്ത ഓപ്ഷനും തെറ്റൊന്നുമല്ല. പക്ഷേ JFC താരങ്ങൾ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്തിട്ടുള്ളത് തന്നെ എളുപ്പത്തിൽ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. 6ാം മിനിറ്റിലാണ് മൂന്നാമത്തെ ഇവന്റ് സംഭവിക്കുന്നത്. പൊസഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ കാലുകളിലേക്ക് എത്തിയ മൊമെന്റ് ഉടനെ ബ്ലാസ്റ്റേഴ്സ് കൗണ്ടർ അറ്റാക്ക് പോലെ സംഘടിപ്പിക്കുകയാണ്. ഫാളുവിൽ നിന്ന് കരീമിലേക്ക്, കരീമിൽ നിന്ന് ഫസ്റ്റ് ടൈം തന്നെ ഫ്രാഞ്ചുവിലേക്ക്. മുമ്പോട്ട് കളിക്കുമ്പോഴുള്ള ഈ ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിന്റെ കഴിവായിരിക്കും നമ്മൾ വരും കളിയിൽ കരീമിന്റെ ആബ്സെൻസിൽ മിസ് ചെയ്യുന്നത്. ഫ്രാഞ്ചു പന്ത് സ്വീകരിക്കുന്നു, ടേൺ ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് ഒരു ത്രൂ പാസ് പോലെ കളിക്കുന്നു. പക്ഷെ അത് നിഹാലിലേക്കാണോ അജ്സലിലേക്കാണോ എന്നറിയില്ല. അതൊരു ആക്യുറേറ്റ് ആയിരുന്നില്ല. കളിയുടെ 5ാമത്തെ മിനിറ്റിൽ സംഭവിച്ച ഒരു കോർണർ കിക്കിനെ കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊരു ടാക്ടിക്കലായിട്ടുള്ള പഠിച്ചെടുത്തൊരു സെറ്റ് പീസ് ആയിരുന്നു. എന്നാൽ അത് കളിക്കളത്തിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിനെ സാധിച്ചിട്ടില്ല. ഫ്രാഞ്ചു ആയിരുന്നു കോർണർ എടുത്തിട്ടുണ്ടായിരുന്നത്. പന്ത് സ്വീകരിക്കാൻ എന്ന വ്യാജേന ഒരു കളിക്കാരനെ വലിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോയത് ലെഫ്റ്റ് വിങ്ങർ കെവിൻ യോക്കിയാണ്. അതിനുശേഷം താഴേക്ക് ഡാനിഷ് ഇറങ്ങി വരുന്നു. ഇതാണ് പ്ലാൻ. ഡാനിഷിലേക്ക് പാസ് ചെയ്യുന്നു. അതേസമയം ഡിഫൻഡറെ വെട്ടിച്ച് ടേൺ ചെയ്ത് തിരിച്ച് ബോക്സിലേക്ക് തന്നെ വരുന്ന കെവിൻ യോക്കിലേക്ക് ഒരു ഫസ്റ്റ് ടൈം തന്നെ ഒരു ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഡാനിഷ്. എന്നാൽ സംഭവം വർക്കായില്ല. ഡാനിഷിൻ്റെ പാസ് കെവിൻ യോക്കിന് ലഭിക്കുന്നില്ല. പന്ത് പുറത്തേക്ക് പോവുകയാണ്. എന്നിരുന്നാൽ പോലും സെറ്റ് പീസിൽ സീസണിന് മുൻപ് കണ്ടതുപോലെ തന്നെ വീണ്ടും ക്രിയേറ്റീവായിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് തയ്യാറാവുകയാണ്. ഇത് തുടരുക തന്നെ ചെയ്യും. ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. 5ാമത്തെ ഇവന്റ് നോക്കാം. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ വീണ്ടും സഹീഫിൽ നിന്ന് ഡാനിഷിലേക്ക് വരുന്നു. ഇത്തവണ കരീം ബെനാരിഫ് വിങ്ങിലേക്ക് ഇറങ്ങി വരുന്നു. ഡാനിഷ് പാസ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് ബെനാരിഫ് കൊണ്ടുവരുന്ന എക്സ്ട്രാ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നോർമൽ ടീം സ്റ്റക്ക് ആവുക. അണ്ടർ പ്രഷറിലും ബെനാരിഫ് അത് കൂളായിട്ട് ഫസ്റ്റ് ടൈം തന്നെ അടിച്ച് യോക്കയിലേക്ക് ചിപ്പ് ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് ഈ പാസ് കണ്ട സമയത്ത് അഡ്രിയാൻ ലൂണ ഇതുപോലൊരു പാസ് ഡയസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഞാൻ ഇരുന്ന് അനാലിസിസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. എന്നാൽ അവിടെ യോക്കയുടെ ടച്ച് വളരെ വൈൽഡായി പോകുന്നു. അത് പുറകോട്ടേക്ക് തന്നെ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. ഡാനിഷിൽ നിന്ന് ആ പന്ത് മിസ്സാവുകയും ചെയ്യുന്നു. കളിയുടെ 8ാമത്തെ മിനിറ്റ് പന്ത് സഹീഫിലേക്ക് വരുന്നു. സഹീഫിനെ പ്രഷർ ചെയ്യാൻ പോകുമ്പോൾ സഹീഫ് ഒന്ന് പന്ത് വലിച്ചിട്ട് ഡിഫൻഡറെ ബീറ്റ് ചെയ്ത് പന്ത് ഡാനിഷിലേക്ക് കൊടുക്കുന്നു. സെയിം പാറ്റേൺ. ഇത്തവണ ഫ്രണ്ടിലേക്ക് യോക്കിയും അജിസലും റൺ എടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഒരു ക്രിയേറ്റീവ് പാസ്സാണ് ഡാനിഷ് പരീക്ഷിക്കുന്നത്. പക്ഷേ ആ പാസിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എതിർ ടീം ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് പോയി. അവർക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല. 10ാമത്തെ മിനിറ്റിൽ JFCയുടെ ഒരു അറ്റാക്ക്. നമ്മുടെ ബോക്സിൻ്റെ അടുത്താണ് പന്തുള്ളത്.
ഡിഫൻഡർ ഫാളു അത് ഹെഡ് ചെയ്യുകയാണ്. മിഡിൽ നിങ്ങൾക്ക് ബെനാരിഫിനെ കാണാം, പക്ഷേ അതിനു മുമ്പിലുള്ള JFC താരത്തിലേക്കാണ് പന്ത് പോയത്. പക്ഷേ ഇവിടെയാണ് ബെനാരിഫിൻ്റെ മറ്റൊരു ക്വാളിറ്റി, കൃത്യമായിട്ട് കളി പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. അദ്ദേഹം ഓടിച്ചെന്ന പന്ത് കളക്ട് ചെയ്യുന്നു, പിന്നെ സ്കിൽസ്. ആ പന്ത് അദ്ദേഹം അവിടെ നിന്ന് ജഗിള് ചെയ്യുകയാണ്. സഹകളിക്കാർക്കാർക്കും ടെൻഷനില്ല, കാരണം പന്ത് ആരുടെ കയ്യിലാണെന്ന് നമുക്കറിയാം. അവിടുന്ന് അദ്ദേഹം ഒരു പാരലലി ലോങ് പാസ് സഹീഫിലേക്ക് നൽകുന്നു. സഹീഫ് അത് പരമാവധി വേഗത്തിൽ ക്യാരി ചെയ്ത് മുൻപിലേക്ക് വരുന്നു. അവിടെയാണ് സഹീഫിനെ കൊണ്ടുള്ള ഗുണം നമുക്ക് മനസ്സിലാവുന്നത്. അവിടെ കിട്ടിയൊരു മൊമെന്റും ഡിലേ ചെയ്യിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവിടെ അത് തന്നെയാണ് ബെസ്റ്റ് ചോയ്സ്. പന്ത് കെവിൻ യോക്കിലേക്ക് ഫ്രീ ആയിട്ട് മുമ്പിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് അടിവരെ ടോക്കുക, മുമ്പിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം റിസീവ് ചെയ്യുന്നു. സോ ആസ് യൂഷ്വൽ അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെയാണ് പന്ത് ക്യാരി ചെയ്തെടുത്ത് മുമ്പിലേക്ക് പോകുന്നത്. പന്തെടുത്ത് വളരെ നന്നായിട്ട് അകത്തേക്ക് കയറുകയും നേരെ റൈറ്റ് വിങ്ങിൽ നിഹാലിലേക്ക് സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്നു. നിഹാലിന് സാധാരണഗതിയിൽ ഒരു ക്രോസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലും നിഹാൽ തൻ്റെ പേസും ബോൾ കൺട്രോളും ഉപയോഗിച്ച് പന്തെടുത്ത് അകത്തേക്ക് കയറുകയാണ്. ചെറിയ ഗ്യാപ്പിലൂടെ ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് കയറാൻ ശ്രമിച്ചു, വിജയിച്ചു. എന്നാൽ സ്റ്റീഫൻ എസയുമായി എന്ന ഫിസിക്കൽ കോൺടാക്റ്റിൽ അദ്ദേഹം വീണു പോകുന്നു. ഇവിടെ ഇടയ്ക്ക് ഞാൻ ഒരു ഡിഫൻസീവ് ഇവന്റ് ഇവിടെ കുത്തിക്കയറ്റുകയാണ്. 11-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസീവ് ലൈൻ്റെ പുറകിലേക്ക് ഒരു ത്രൂ പാസ് കളിക്കാൻ ജംഷഡ്പൂരിന് സാധിക്കുന്നു. വിൻസിക്ക് കൃത്യം എടുക്കാൻ പാകത്തിലാണ് ആ പന്ത് പോയത്. കൂടെ ഓടിയത് ഡാനിഷും. എന്നാൽ വിൻസിക്ക് ഫസ്റ്റ് ടച്ച് മാത്രമേ എടുക്കാൻ സാധിക്കുന്നുള്ളൂ. രണ്ടാമത്തെ ടച്ചിന് ശ്രമിക്കുമ്പോഴേക്കും ഡാനിഷ് അദ്ദേഹത്തെ ഫിസിക്കലി പരാജയപ്പെടുത്തുന്നു. വിൻസിയുടെ പേസിനൊപ്പം ഓടിയെത്തി അവിടെ ഫിസിക്കൽ ചാലഞ്ച് ഇടണമെങ്കിൽ അത് എളുപ്പമല്ല. ഡാനിഷ് ഒരു സെൻറ്റർ ബാക്ക് എന്ന രീതിയിൽ കൂടുതൽ അഡാപ്റ്റ് ആവുന്നുണ്ട് ഓരോ കളികൾ കഴിയുന്തോറും എന്ന് വേണം പറയാം. നമ്മുടെ 9-ാമത്തെ ഇവന്റിലേക്ക് കിടക്കാം. 13-ാമത്തെ മിനിറ്റിലെ ഒരു JFC കോർണർ, അത് അജ്സലിനെ കടത്തിവിട്ട് JFC താരം ഹെഡ് ചെയ്യുന്നതിൽ വിജയിക്കുന്നു. അതൊരു പോസ്റ്റിന് ഇടിച്ചു പോയ ഒരു ഷോട്ടാണ്, ഓർമ്മയുണ്ടാകും. അത് ഗോൾ വീണിരുന്നെങ്കിൽ കളി മാറുമായിരുന്നു. 2 തവണ ആ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നുവെങ്കിൽ പന്ത് നേരെ പോയത് ഫ്രാഞ്ചുവിലേക്കാണ്. ഇവിടെയാണ് വിദേശ താരത്തിൻ്റെ സ്കില്ല് വരുന്നത്. അദ്ദേഹം വളരെ കൂളായി പന്ത് ചിപ്പ് ചെയ്ത് വിങ്ങിലുള്ള കെവിൻ യോക്കിലേക്ക് ഇട്ട് കൊടുക്കും. ഇവിടെയാണ് കെവിൻ്റെ ഗുണം നമ്മൾ കാണുന്നത്. പല താരങ്ങളും ഇവിടെ ഓപ്ഷൻസ് ഇല്ല എന്ന് പറഞ്ഞ് സ്തബ്ധിച്ച് നിൽക്കാറാണ് പതിവ്. അജ്സലിൻ്റെ ഒരു ഓഫ് ദി ബോൾ റൺ മുതലെടുത്തുകൊണ്ട് കെവിൻ യോക്കി ആ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെ ചറപറാന്ന് ഡ്രിബിൾ ചെയ്ത് കയറുകയാണ്. അദ്ദേഹം പന്ത് ക്യാരി ചെയ്ത് ഒടുവിൽ റൺ ചെയ്യുന്ന അജ്സലിലേക്ക് ഒരു പാസ് ചെയ്യുകയാണ്. സ്റ്റിൽ ഇറ്റ്സ് മിസ്സിങ്. നേരത്തെ അജ്സലിൻ്റെ ഇവന്റ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാസ് ഡിഫൻഡറുടെ കാലുകളിൽ തട്ടിത്തെറിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ പോലും ആ പാസിൻ്റെ വെയിറ്റ് കണക്കിലെടുത്താൽ അത് കളക്ട് ചെയ്യുക അജ്സലിന് ബുദ്ധിമുട്ടാകും. പക്ഷേ ആ തട്ടിത്തെറിച്ച പന്ത് യോക്കെ തന്നെ ഓടിച്ചെന്ന് കളക്ട് ചെയ്യുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ എജിലിറ്റി ആൻഡ് സ്പീഡ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല 19-ാമത്തെ മിനിറ്റിലെ ഈ ഒരു ഇവന്റ് നോക്കൂ, ഗോൾ കീപ്പറുടെ കയ്യിലാണ് പന്തുള്ളത്. അദ്ദേഹം ഒരു ലോങ് ത്രോയിന് എടുക്കുകയാണ്. എത്ര ഡിസ്റ്റൻസിലേക്കാണ് അത് പോകുന്നത് നോക്കൂ. അത് വിങ്ങിലുള്ള കെവിൻ യോക്കയിലേക്ക് ഡയറക്റ്റ് എത്തിക്കുകയാണ് ഗോൾ കീപ്പർ. ഒക്കെ തൻ്റെ എജിലിറ്റി പ്രകടിപ്പിച്ച് വളഞ്ഞു പൊളഞ്ഞ ആ ഡിഫൻഡറെ പരാജയപ്പെടുത്തി പന്തെടുത്ത് മുമ്പിലേക്ക് പോകുന്നു, ബോക്സിലേക്ക് എത്തിക്കുന്നു. ഓർക്കണം, ഡയറക്റ്റ് ഗോൾ കീപ്പറിന് റിസീവ് ചെയ്താണ് ബോക്സിലേക്ക് പന്തെത്തുന്നത്. പക്ഷേ സ്റ്റിൽ നോ ഔട്ട്പുട്ട്. അദ്ദേഹം ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബാലൻസ് പോയതാണോ അല്ല പാസ് തെറ്റിയതാണോ എന്നറിയില്ല. നേരെ തൊട്ടടുത്തുള്ള ഡിഫൻഡറുടെ കാലുകളിലേക്ക് തന്നെയാണ് പന്ത് പോകുന്നത്. അവർ ക്ലിയർ ചെയ്യുന്നു. കളിയുടെ 21-ാമത്തെ മിനിറ്റ് സഹീഫിൽ നിന്ന് ഡാനിഷിലേക്ക്, ഡാനിഷിൽ നിന്ന് ഫ്രെഡിയിലേക്ക്. ഈ ഒരു ഇവന്റ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ. അവിടെ നിന്ന് ഫ്രെഡിക്ക് ഒരുപാട് സ്പേസ് എടുത്ത് മുമ്പിലേക്ക് പോകാനുണ്ട്. വളരെ എക്സലൻ്റ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു ഫ്രെഡിയുടേത്. ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സിനെ കളിക്കുന്നുണ്ട് എന്ന തോന്നൽ വന്നത് ഫ്രെഡി വന്നതിന് ശേഷമാണ്. ഒരു സിംഗിൾ പിവട്ടായിട്ട് കളിച്ച് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം ഈ കാലഘട്ടത്തിൽ തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ ഫ്രെഡി പന്തെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ബെനാരിഫ് മുമ്പിലേക്ക് ഒരു റൺ എടുക്കുന്നതായി കാണാം. എനിക്കൊന്നും കഴിഞ്ഞ കളി ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസുകളൊന്നും ഫ്രെഡിയിൽ നിന്നുണ്ടായിരുന്നില്ല. അത് മിസ്സിംഗ് ആണ്. പക്ഷെ അതിൻ്റെ ആവശ്യം ടീമിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോ എന്നും പറയാൻ കഴിയില്ല. ഇവിടെ അതിനേക്കാൾ സേഫ് ആയിട്ടുള്ള ഫ്രാഞ്ചു എന്ന ഓപ്ഷനാണ് ഫ്രെഡി സ്വീകരിച്ചത്. സേഫ് ബട്ട് യൂസ്ഫുൾ. ഒബ്വിയസ്ലി ഫ്രാഞ്ചു അത് സ്വീകരിക്കുന്നു. റൈറ്റിൽ നിഹാലിലേക്ക് കൊടുക്കുന്നു. നിഹാൽ അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഡിഫ്ലക്ട് ചെയ്ത് നേരെ ഫ്രാഞ്ചുവിലേക്ക് തന്നെ വരുന്നു. അവിടെ ഫ്രാഞ്ചു പന്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. നിഹാൽ അവിടെ പാസിംഗ് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിഹാലിനോട് ഫ്രാഞ്ചു പറയുന്നത് റൺ ചെയ്യാനാണ്. അവിടെ എബിൻ ദാസ് കളിച്ച സമയത്തും ഫ്രാഞ്ചുവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇത് തന്നെയായിരുന്നു. എനിക്ക് നീ സപ്പോർട്ട് തരേണ്ട ആവശ്യമില്ല, നീ ഓടിക്കോ, ഞാൻ പന്ത് ഷീൽഡ് ചെയ്തോളാം, എന്നിട്ട് അങ്ങോട്ട് പാസ് ചെയ്തിടാം. നിഹാൽ ഓടുന്ന സമയത്ത് ഫ്രാഞ്ചു അദ്ദേഹത്തിലേക്ക് പാസ് ചെയ്യുന്നു. ഫസ്റ്റ് ടച്ച് എടുക്കുന്നു. നിഹാൽ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഓടി വന്ന ഡിഫൻഡർ തന്നെ അത് തടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഡിഫ്ലക്റ്റ് ആവുന്നു. അജിസൽ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഓടി വന്ന് കളക്ട് ചെയ്ത് തിരിച്ച് ഫ്രാഞ്ചുവിലേക്ക് നൽകുകയാണ്. പക്ഷെ ആ പാസ് അത്ര വെടിപ്പൊന്നും ആയിരുന്നില്ല. ഈ ഒരു ഫ്രാഞ്ചു സ്കില്ല് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓടിച്ചെന്ന് അദ്ദേഹം വളരെ നീറ്റായിട്ട് ആ പന്ത് കളക്ട് ചെയ്യുന്നു. 2 ഡിഫൻഡേഴ്സിനെതിരെ കട്ട് ചെയ്ത് അകത്തേക്ക് കയറുന്നു. ബ്യൂട്ടിഫുൾ. ഒരു ലാറ്റിൻ അമേരിക്കക്കാരനാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു മൊമെന്റ്.
അതിനുശേഷം അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഡാനിഷിലേക്ക് പാസ് ചെയ്യുന്നു, പക്ഷേ അത് JFC ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. 12ാമത്തെ മിനിറ്റ് 32ാമത്തെ മിനിറ്റ് സെയിം പാറ്റേൺ ആണ് പോകുന്നത്. നമ്മുടെ കെവിൻ യോക്കെ പന്തെടുത്ത് ഡ്രിബിൾ ചെയ്ത് അകത്തേക്ക് വരുന്നു, ഫ്രാഞ്ചുവിലേക്ക് നൽകുന്നു. ഫ്രാഞ്ചു അത് ഉടൻ തന്നെ റൈറ്റ് വിങ്ങിൽ നിഹാലിലേക്ക് കൈമാറുന്നു. നിഹാൽ ആ പന്തെടുത്ത് മുൻപിലേക്ക് പോകുന്നു, ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഡിഫൻഡറുടെ കാലുകളിൽ തട്ടി ഡിഫ്ലക്റ്റ് ആവുന്നു. ഇത് മുമ്പും പലതവണ കണ്ടതാണ്. അജിസൽ താഴേക്ക് ഇറങ്ങി വരുന്നു, പന്തെടുക്കുന്നു, ഫ്രാഞ്ചുവിലേക്ക് നൽകുന്നു. നേരത്തെ കണ്ട അതേ ഇവൻ്റ് ഒന്നുമല്ല, വേറെയാണ്, തെറ്റിദ്ധരിക്കരുത്. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ എറർ വന്നത്. പാസ് ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെ മെല്ലനെ ഉരുട്ടി അങ്ങ് അജിസലിലേക്ക് തന്നെ നൽകാനുള്ള ഒരു ക്രിയേറ്റീവ് ഐഡിയ ആണ് ഫ്രാഞ്ചു മുമ്പോട്ടേക്ക് വെച്ചത്. എന്നാൽ അജിസൽ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല, പന്ത് ഗോൾ കീപ്പറുടെ കൈകളിലേക്ക് തന്നെ പോകുന്നു. ഇന്നത്തെ അവസാനത്തെ ഇവൻ്റ് നോക്കാം. 42ാമത്തെ മിനിറ്റ് JFC ഓൺ പൊസഷൻ. പന്ത് നിഹാൽ ഹെഡ് ചെയ്യുന്നു, അജിസലിലേക്ക് നൽകുന്നു. ബ്ലാസ്റ്റേഴ്സ് പൊസഷൻ തിരിച്ചെടുക്കുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ കൗണ്ടർ അറ്റാക്ക് ഇൻറ്റൻ്റാണ് നമ്മളിവിടെ കാണുന്നത്, നേരത്തെ കണ്ടിട്ടുണ്ട്. വളരെ വേർട്ടിക്കൽ ഫുട്ബോൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്യുന്നത്. പന്ത് സ്വീകരിച്ച അജിസൽ എടുത്ത് മുൻപിലേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. അജിസൽ അത് വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നു. ഫൈനൽ തേർഡ് വരെ പന്ത് എത്തിക്കുന്നു. പന്ത് എടുത്ത് അകത്തേക്ക് കയറി ഫ്രാഞ്ചുവിലേക്ക് കൈമാറുന്നു. ഇവിടെ ഫ്രാഞ്ചുവിന് ലെഫ്റ്റ് വിങ്ങിൽ പാസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹം അത് പുറകോട്ടേക്ക് കളിക്കുകയാണ്. ഈ പോയിന്റ് പറഞ്ഞത് ഇവിടെ മെൻറ്റാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി 2 ഗോളിന് ലീഡ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ടാം പകുതിയിലെല്ലാം ബ്ലാസ്റ്റേഴ്സ് വളരെ പെട്ടെന്ന് ഡിലേ ചെയ്യിപ്പിച്ചുകൊണ്ട് കളി അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, കൂടുതൽ ലീഡ് എടുക്കാനല്ല. 13 ഇവൻറ്റുകൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുപാട് അറ്റാക്കുകൾ എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് കൺവേർട്ട് ചെയ്യുന്നതിലെ പോരായ്മകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തൊണ്ടക്ക് ചെറിയ കുഴപ്പമുള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. ഈ കണ്ട ഇവൻറ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.